ഹലോ. അപ്പം ഇന്ന് വിഷുവിന് എൻ്റെ കൂടെ ഒന്ന് ഒരുങ്ങിയാലോ? അപ്പം ഞാൻ ഇന്ന് സെറ്റും മുണ്ടുമാണ് ഉടുക്കുന്നത്. അപ്പോൾ സെറ്റും മുണ്ടും എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഞാൻ ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം. ഈ സെറ്റും മുണ്ടും ഇങ്ങനെ ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്കും നീളം കൂടിയ ഭാഗമല്ല, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കുമ്പോൾ നീളം കൂടിയ ഭാഗമാണ് മുണ്ട്, മറ്റേത് ആ സെറ്റ് മുകളിൽ ഉടുക്കുന്ന ഭാഗം. അപ്പോൾ മുണ്ട് ഞാൻ ആദ്യം താഴെ ഒന്ന് ഉടുത്തു. ഡബിൾ മുണ്ടാണ് കേട്ടോ, ഇതെൻ്റെ കല്യാണത്തിൻ്റെ മുണ്ടാണ്. അത് സാധാരണ പോലെ നമ്മൾ പിന്നെ മുണ്ട് ഉടുക്കുന്ന വശം പരിചയമില്ലാത്തവർക്ക് നമ്മൾ സാരി കുത്തുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം മുണ്ടുടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതും ഏത് ഡയറക്ഷനിൽ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുത്തി തുടങ്ങിയാൽ മതി. അപ്പോൾ നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ മുണ്ടുവരും. അതാണ് ആ കുത്തുന്ന ഡയറക്ഷൻ്റെ ടിപ്പ്. പിന്നെ മുകളിലത്തെ സെറ്റ് ഞാൻ സാരി പോലെ തന്നെ പ്ലീറ്റ് എടുത്തു. പിന്നെ പ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഇത് ഡബിളാണ്, അതുകൊണ്ട് ഞാൻ മടക്കി എടുത്തിട്ടാണ് കേട്ടോ ഉടുത്തത്. പിന്നെ കുറച്ച് എക്സ്ട്രാ വരും, അത് ആദ്യം ഒന്ന് എക്സ്ട്രാ വലിച്ചെടുത്ത് കുത്തിയിട്ട് പിന്നെ രണ്ടാമത് ബാക്കി വരുന്നത് ഒന്ന് ചെറിയ 2-3 പ്ലീറ്റ് എടുത്തിട്ട് അതൊന്ന് ടൈറ്റാക്കി മുകളിലോട്ടൊന്ന് ടക്കിങ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ആ കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഞാൻ ബാക്കി ഒന്ന് റെഡിയാണ്. ആദ്യം മുടി ഒന്ന് ഇങ്ങനെ ഉണ്ട കെട്ടാമെന്ന് വിചാരിച്ചു, പക്ഷേ അതെനിക്കെന്തോ ഇപ്പം ചേരുന്നതിന് ഇടയ്ക്ക് കെട്ടാറുള്ളായിരുന്നു, പക്ഷേ ഇന്നെന്തോ എനിക്ക് ഇതിൻ്റെ കൂടെ ചേരുന്നില്ല എന്ന് തോന്നി. പിന്നെ ഞാൻ മുടി 2 സ്ലൈഡ് ബോബി പിൻ വെച്ചിട്ട് അഴിച്ചിടാമെന്ന് വിചാരിച്ചു. അതാണ് എനിക്ക് എപ്പോഴും സ്ഥിരം എൻ്റെ പെർമനൻറ്റ് ഹെയർ സ്റ്റൈലാണ് കേട്ടോ. സാരിയുടെ കൂടെ എനിക്ക് എപ്പോഴും ഇങ്ങനെ നാടൻ ഇത് വരുമ്പോഴത്തേക്കും അപ്പോൾ കുറച്ചൊന്ന് സൈഡിൽ ചുരുട്ടി എടുത്തിട്ട് 2 ബോബി പിൻ വെച്ചിട്ട് ഒന്ന് 2 സ്ലൈഡ് കുത്തിയായിരുന്നു കേട്ടോ. കാരണം എനിക്കൊന്ന് വിഷു ഒരു ഡാൻസിന് വേണ്ടിയിട്ടും കൂടെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് പോകാതിരിക്കാനായിട്ട് 2 സ്ലൈഡ് കുത്തി. പിന്നെ ഒരു മാല കമ്പൽ സെറ്റ് ഇട്ട് ശരിക്കും വിഷുവിൻ്റെ അന്നൊക്കെ ഒരുങ്ങാനായിട്ട് പറ്റിയൊരു ലുക്കാണ് കേട്ടോ. മേക്കപ്പ് ഞാൻ അത്യാവശ്യം കൂടുതൽ ചെയ്തിട്ടുണ്ട്, ഒരു ഷൂട്ടിംഗ് ആയതുകൊണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, പൊട്ടെഴുതി, പൊട്ട് എഴുതുമല്ലോ, പൊട്ട് തൊട്ടു. പിന്നെ മുകളിൽ സാധാരണ പോലെ കുങ്കുമം, അത് ലാസ്റ്റായിട്ടത്. പൂവും കുറച്ച് ഒരു 2 മുഴത്തോളം പൂവ് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ, കാരണം ഡാൻസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി സൈഡിൽ വെച്ചു. അപ്പം എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. അപ്പം എല്ലാവരും നല്ല കണിയൊക്കെ ഒരുക്കി സദ്യയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാക്കുക, നന്നായിട്ട് ഒരുങ്ങുക. അപ്പം എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു.